ഇതിന് സംശയമൊന്നുമില്ലല്ലോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഒരാളാണ് ഐഷി ഘോഷ്. JNUവിൻ്റെ മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റാണ്. ഈ സമരത്തിൽ നിരാഹാരം കിടന്ന ഒരു വ്യക്തിയാണ്. അവരിപ്പോൾ ആശുപത്രിയിലായിരുന്നു. അവരെ ഇപ്പോൾ പഴയൊരു കേസ് പൊടുതട്ടിയെടുത്ത് പിടിച്ച് ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ നേരിട്ട് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. പോലീസ് ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി വരാൻ വേണ്ടിയിട്ട് ഈ ഡൽഹി പോലീസിന് ഇതുപോലൊരു ധാർഷ്ട്യം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് 30-ാം തീയതി ഈ കേസ് കോടതിയിൽ വരുന്നുണ്ട്. 30-ാം തീയതി. അത് മാത്രമല്ല, ഇപ്പം പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവരെന്താ പിടികെട്ടാപ്പുള്ളിയാണ്. പിടികെട്ടാപ്പുള്ളികളെല്ലാം ഇവർ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ കോടതിയുടെ ഏത് നടപടിയും ശിരസ വഹിക്കാൻ തയ്യാറാണ്. അവർ 30-ാം തീയതി കോടതി പോകാൻ നിൽക്കുന്ന ആളാണ്. അഭിഭാഷകരുമുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പിടിച്ച് ഒരു സന്ദേശം വിദ്യാർത്ഥികൾ കൊടുക്കാൻ വേണ്ടി ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ ഒന്നൊന്നായി തിരിഞ്ഞു പിടിച്ച് ഞങ്ങൾ കാരാഗൃഹത്തിൽ അടയ്ക്കുമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡൽഹി പോലീസ് ഈ രൂപത്തിൽ പെരുമാറുന്നത് എന്ന് ഒരു സംശയമില്ലല്ലോ. 2021 ഒരു കേസ് അത് കോടതിയിൽ നിൽക്കുകയാണ്. കോടതിയിൽ 30-ാം തീയതി ആ കേസ് വരികയാണ്. അതിനു മുമ്പ് ഇവരെ പിടിച്ചോണ്ട് പോകേണ്ട കാര്യമുണ്ടോ ഈ പെൺകുട്ടിയെ? ഏതായാലും അത് തന്നെയാണ് ബ്രിട്ടാസിന്റെ നിലപാടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ളത്. കാരണം ബ്രിട്ടാസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ബ്രിട്ടാസ് MP-മാരുടെ സംസാരിക്കുന്നു. ये देखो, ये नेशनल पॉलिटिकल पार्टी का ऑफिस में ऐसे मार्जिन करने के लिए आपको किसने दिया? आपको इतना की कीमत है? मार्जिन तो किया ही नहीं. और क्या? You should ask the permission to come and stand here. What's your good name? Mr. Rajneesh. See, how did you have this himmat, courage to come and get inside? ना बता दीजिए, जानना पड़ेगा ना. Just tell me what is it. And what is this case about? Tell me, explain to me. I am straight away coming from the parliament. Delhi police cannot behave in this fashion. Please, Listen, tell me. this is NBW against her in case FIR number 21 I know this case. Therefore, This case has been pending for last several years. She going to present herself in the court on 30th. In the meantime, you want, to create a scene, to give a message to everybody that you will not spare anybody who was part of this Jantar Mantar fight. Sir, date of the... And you are also police. Sir, date No, of... I am asking, you are Yes. also part of... You don't have a uniform. I went for... No. I am asking Sir, a straight please, question to you. please. You are part of the Delhi police. Yes. I should know who you are and where is your badge, where is your uniform. Can you just come like this? Sir, आज You are not answering my question. I am a lawmaker, I am a parliament member. मैं आपको एक्सप्लेन कर Why? Tell me. आज मेरा हाई कोर्ट मैटर था. Yeah. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, I have no- काफी बारिश थी, इसके वजह No, से no, मेरी no, यूनिफॉर्म no. भीग चुकी थी. Please listen जो कि to- अभी भी थाने में No, भीगी please हुई listen थी. to me. Please listen to me. You are a police officer. You must have attended the High Court. Since you are in a police action now, you should be in your uniform. Yes. I would request you to go back, have your uniform, come with your badge. Okay. ठीक है. You can't do like this. ഇല്ലാതെ എങ്ങനെയാണ് ഇതിനുള്ളിൽ കടക്കുക എന്നാണ് ചോദിച്ചത്. And I am telling you, if you are, you please take it also. आप ये No. I am going to be here. मैं ठीक है. No. Please go and wear your uniform. Come. How do we know that you are part of it? എന്തൊരു ധിക്കാരാണെന്ന് നോക്ക്. ഡൽഹി പോലീസിന് അധികാരമില്ലാത്ത, അവകാശമില്ലാത്ത ആയുധങ്ങൾ പിള്ളേർക്ക് ഉപയോഗിച്ചു. ഇപ്പൊ യൂണിഫോം ഇല്ല. അവർ ഹൈക്കോടതിയിൽ നിന്ന് വരുവാണ്. മഴ ആയതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല എന്നാ പറയുന്നത്. മഴ ആയതുകൊണ്ട് ഏത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. നെയിം പ്ലേറ്റും ഇല്ല. നെയിം പ്ലേറ്റ് ഇല്ലാതല്ലേ ആൾക്കാരെ അവര് ആക്രമിച്ചത് ഡൽഹി പോലീസ്, മറ്റേ കേന്ദ്രസേന. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധങ്ങളല്ലേ ഉപയോഗിച്ചു. ഇതൊക്കെ നടക്കുന്ന കേസാണ്.